Hello students, now we will discuss a small topic on how to answer case questions. So ഇത് പല സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് വന്നൊരു റിക്വസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ കേസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും. നമ്മൾ ഒരുപാട് കേസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ. പക്ഷെ അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ, ഒരു ഫ്രെയിം വർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇൻ ദിസ് സെഷൻ വിൽ ബി ട്രൈങ് ടു ഡിസ്കസ് ദാറ്റ് ആസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ മെനി സ്റ്റുഡൻസ് വർ ആസ്കിങ് മീ ഹൗ ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ് ഇഫ് ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ വൺ. ഇപ്പോൾ ലൈക്ക് ഡിവിഡൻഡിലൊക്കെ നമുക്ക് നമ്പേഴ്സുള്ള ക്വസ്റ്റ്യൻസ് വരുമല്ലോ, അതെങ്ങനെ സോൾവ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുന്ന ചാപ്റ്റേഴ്സിനാണ് എടുത്തിട്ടുള്ളത്. ദാറ്റ് ഡസൻറ്റ് മീൻ ഇതെന്നാ വരിക എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുള്ളത് ഡിവിഡൻഡ് എന്നാണ്, ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നാണ്. ഇത് പലരും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയതുകൊണ്ടായിരിക്കാം മേ ബി. സോ നമുക്ക് ആ ക്വസ്റ്റ്യനിലൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. XYZ ലിമിറ്റഡ് ഹാവിംഗ് ഇൻഅഡീക്വേറ്റ് പ്രോഫിറ്റ് പ്രൊപ്പോസസ് ടു ഡിക്ലെയർ 10% ഇക്വിറ്റി ഡിവിഡൻഡ് ഔട്ട് ഓഫ് കറണ്ട് പ്രോഫിറ്റ് ആൻഡ് ഫ്രീ റിസർവ്സ്. From the following data from latest audited financial statement as on 31st March 2019, calculate the minimum amount to be drawn from reserve for declaring 10% dividend to equity shareholders. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്, ദെൻ അവർക്ക് റിസർവ്സ് നിന്ന് എടുക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. 10% അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്. 17,500 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് അവർക്ക്, 100 ഈച്ച്. ഡിവിഡൻഡ് അറ്റ് 9%, കൂപ്പൺ റേറ്റ് ഈസ് 9% ഡിവിഡൻഡ് റേറ്റ്. 7 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. ജനറൽ റിസർവ് 21 lakh, ക്യാപിറ്റൽ റിസർവ് 3,50,000, സർപ്ലസ് 63,000. കറണ്ട് ഇയർ പ്രോഫിറ്റ് എടുത്തിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ 3,57,000. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദ ലാസ്റ്റ് 3 years 15%. Average rate of dividend during the last 3 years 15%. Company has declared dividend in each of the preceding 3 financial year. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. പലരും ഇത് പ്രിഫറൻസ് ഷെയർ കൂടി വന്നുകൊണ്ടാണ് പലർക്കും ഒരു പ്രോബ്ലം തോന്നിയത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ജസ്റ്റ് ഇതിൻ്റെ ലോജിക്കൽ പാർട്ട് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, കോൺസെപ്റ്റ് മാത്രം നോക്കുക. നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് ഈ വർഷം? എത്ര പ്രോഫിറ്റ് ഉണ്ട്? 3,57,000 പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറയുന്ന പോയിൻ്റ് എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ഡിവിഡൻഡ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ആസ് പെർ സെക്ഷൻ 123 ഏതാണ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്പർ 1, പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഫ്രം പ്രോഫിറ്റ് ഓഫ് ദ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രിസീഡിങ് ഫൈനാൻഷ്യൽ ഇയർ റിമൈനിങ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഔട്ട് ഓഫ് ബോത്ത്. സെക്കൻഡ് 1, amount or money provided by central or state government in pursuance of any guarantee given by it. ഇതല്ലേ 123. ഇതിൽ തികഞ്ഞില്ലെങ്കിലല്ലേ നമ്മൾ റിസർവ്സ് എടുക്കുള്ളൂ. പ്രൊവിഷൻ ടു 123. യെസ്. അപ്പോൾ നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് 3,57,000 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 63,000 നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? 63,000ഉം 3,57,000ഉം വരുമ്പോൾ എത്ര വരും? 3,60,000, ഒരു 4,20,000 വരും. ഓക്കെ, 4,20,000 നമുക്ക് ഞാനിത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ്, കോൺസെപ്റ്റ് പറയാനാണ്. 4,20,000 നമുക്ക് കയ്യിൽ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഡിവിഡൻഡ് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡും നമ്മൾ എടുക്കണം. പ്രിഫറൻസ് 9% നമ്മൾ കൊടുക്കണം. 9 rupees ഓൺ 17,500 ഷെയർസും ദെൻ 10% ആണ്. ഇപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 70 lakh അല്ലേ വരുന്നത്? 7 lakhൻ്റെ. അപ്പോൾ അതിൻ്റെ 10% അല്ലേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മൊത്തം എടുക്കാൻ പറ്റുമോ? കാരണം ഇത് 10% എന്ന് പറഞ്ഞാൽ 7 lakh ആണ്. ഓക്കെ, അപ്പോൾ മറ്റേതൊരു 1,50,000 സംതിങ് വരില്ലേ? ഇപ്പോൾ 17,500ൻ്റെ പുറത്ത് 9 rupees എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര വരും എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് 4,20,000 അല്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ വേണ്ടേ? അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ റിസർവിൽ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ റിസർവിൽ അത്രയും എമൗണ്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് റൂൾ 3 നമ്മൾ നോക്കണം. അത്രയേ ഉള്ളൂ.
ഓക്കെ. അപ്പോൾ ഞാനിത് എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ലീഗൽ പ്രൊവിഷൻ ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സംഭവമാണ് 123 ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് സോഴ്സസ്. ഓക്കെ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ അതേ പോയിന്റുകളാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ആസ് പെർ ഷെഡ്യൂൾ 2 ഓഫ് കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ ഓർ ഫൈനാൻഷ്യൽ ഇയേഴ്സ് റിമൈനിങ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഔട്ട് ഓഫ് ബോത്ത്. മണി പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ പെർസുവൻസ് ഓഫ് എനി ഗ്യാരണ്ടി ഗിവൺ ബൈ ഇറ്റ്. ഈ ഭാഗം അറിയാലോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് എന്തായാലും എഴുതണം എന്നറിയാലോ. ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഇനി നമ്മൾ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. ഇഫ് ദർ ഇസ് നോ പ്രോഫിറ്റ് ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ ഓർ ഇഫ് ദ പ്രോഫിറ്റ് ഇസ് ഇൻആഡിക്വേറ്റ്, കമ്പനി ക്യാൻ ഡിക്ലെയർ ഡിവിഡൻഡ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ബൈ കംപ്ലൈയിങ് വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻ സ്പെസിഫൈഡ് ഇൻ റൂൾ 3. ഇതും നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് റൂൾ 3ലെ കണ്ടീഷൻ? ഒന്ന്, ആവറേജ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫൈനാൻഷ്യൽ ഇയേഴ്സ്. അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ കൊല്ലവും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ദിസ് കണ്ടീഷൻ നീഡ് നോട്ട് ബി കൺസിഡേർഡ് ഇഫ് കമ്പനി ഹാസ് നോട്ട് ഡിക്ലെയർഡ് ഡിവിഡൻഡ് ഇൻ ഈച്ച് ഓഫ് 3 പ്രിസീഡിങ് ഫൈനാൻഷ്യൽ ഇയേഴ്സ്. ഓക്കെ, നമുക്കറിയാം. പക്ഷേ ഇവർ 3 കൊല്ലം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, amount to be drawn from free reserve shall not exceed 10% of paid up and free reserves. പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ എന്തെടുക്കണം? ഇക്വിറ്റിയും പ്രിഫറൻസ് എടുക്കണം. പെയ്ഡ് അപ്പ് ഇക്വിറ്റി എന്നല്ലല്ലോ പറയുന്നത്. പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടും എടുക്കണം. amount മൈനസ് ലോസസ് ആണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത്, ബാലൻസ് ഇൻ ഫ്രീ റിസർവ്സ് ആഫ്റ്റർ വിഡ്രോവൽ ഷാൽ നോട്ട് ഫോൾ ബിലോ 15% ഓഫ് പെയ്ഡ് അപ്പ്. അപ്പോൾ ലീസ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി നമുക്കതിൻ്റെ സിറ്റുവേഷനിലേക്ക് പോകാം. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടില്ല. ഞാൻ ആ പറഞ്ഞ സംഭവങ്ങൾ ഒരു ടേബിൾ ആക്കി മാറ്റിയിട്ടാണ് ഉള്ളത്. പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുള്ളത് 3,57,000. കഴിഞ്ഞ വർഷത്തെ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 4,20,000 നമുക്ക് വന്നു. ഇത് ക്ലിയർ ആണല്ലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 70 lakh ആണ്. പ്രിഫറൻസ് ക്യാപിറ്റൽ 17,50,000 ആണ്. 100 rupees ഇൻറ്റു 17,500. ടോട്ടൽ പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് 87,50,000 ആണ്. 87,50,000 ആണ്. ഇനി നമ്മൾ എത്രയാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്? ഇക്വിറ്റി ഡിവിഡൻഡ് 7 lakh ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് 9% ഓൺ 1750 എന്ന് പറയുന്നത് 157,500 ആണ്. 857 ആണ് നമ്മൾ ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? 4,20,000 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 4,20,000 കൊടുക്കാം. ബാക്കി നമ്മൾ റിസർവ്സ് നിന്ന് എടുക്കണം. 437,500 റിസർവ്സ് നിന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റൂൾ 3ലെ 4 കണ്ടീഷൻസ് നോക്കുക. ലീസ്റ്റ് എമൗണ്ട് അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അത് 437 ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. 437 നമുക്ക് എടുക്കണം. അപ്പോൾ റിസർവ് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് റൂൾ 3ൽ പറയുന്നത്. അത്രയും എമൗണ്ട് റിസർവിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ പോരെ. ഓക്കെ, അതാണ് നമ്മളിനി അടുത്തത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നത്, ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു സംഭവമാണ്. ഫ്രീ റിസർവ്സ് നമ്മൾ എടുക്കുമ്പോൾ ജനറൽ റിസർവ് ഒബ്വിയസ്ലി, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് കൂടി നമ്മൾ ആഡ് ചെയ്യും. അതായത് നമ്മൾ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുന്നത്തെ കൊല്ലത്തെ പ്രോഫിറ്റോ ഈ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഫ്രീ റിസർവ്സിൻ്റെ കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ 21 lakh ആഡ് ചെയ്യും, 3,57,000 ആഡ് ചെയ്യും, 63,000 ആഡ് ചെയ്യും. കാരണം ഫ്രീ റിസർവ്സിൽ ക്യാപിറ്റൽ റിസർവ്സ് ഇല്ലയെന്നേ ഉള്ളൂ, ബാക്കി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 2520 ആണ് നമ്മുടെ ടോട്ടൽ ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. ആവറേജ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഇൻ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി 15% ആണെന്ന് പറഞ്ഞു ആവറേജ്. പക്ഷേ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നല്ലേ പറയുന്നത്, അത് ഇക്വിറ്റിന്ന് മാത്രമല്ല. അപ്പോൾ ഇക്വിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത് 70 lakh ആണ് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതിൻ്റെ 15% എന്ന് പറയുന്നത് 10,50,000 ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 9% ആണ് എല്ലാ വർഷവും. അപ്പോൾ 1,57,000 ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12,07,000 ആണ്. എല്ലാ വർഷവും 9% കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അത് ആവറേജ് ചെയ്യണ്ടല്ലോ, അത് 9% തന്നെയല്ലേ വരുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയ്ഡ് അപ്പിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും 10% ആണ്. ഫ്രീ റിസർവ്സ് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു 2520 ആണെന്ന് പറഞ്ഞു കാൽക്കുലേഷൻ. പെയ്ഡ് അപ്പ് നമ്മൾ മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 1,127,000, 4 zeros വരും നമുക്ക്. 1 crore, ദെൻ 12,000, 70 lakh വരും. സോറി, 1 crore, ദെൻ 12,70,000 വരും. അതിൻ്റെ 10% എന്ന് പറയുന്നത് 1127 ആണ് വരുന്നത്.
ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറിൻ്റെ 10% ആണ്. ദെൻ മൈനസ് ലോസസ് ആണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് ലോസസ് ഇല്ല, അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ എടുക്കണ്ട. നാലാമത്തത് ബാലൻസ് ഇൻ ഫ്രീ റിസർവ് ഷാൽ നോട്ട് ഫോൾ ബിലോ 15% ഓഫ് പെയ്ഡപ്പ് ആണ്. പെയ്ഡപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? നമുക്ക് 8750 ആണ് പെയ്ഡപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പെയ്ഡപ്പിൻ്റെ 15% എന്ന് പറയുന്നത് 13,12,500 ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീ റിസർവ്സ് നിങ്ങൾക്ക് എത്ര എടുത്താലും അത് ബാലൻസ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് മൈനസ് ചെയ്താൽ പോരെ. ഫ്രീ റിസർവ്സിലിരിക്കുന്നത് 2520 ആണ്. അതിന്ന് 15% ഓഫ് പെയ്ഡപ്പ് മൈനസ് ചെയ്താൽ അത്രയും എമൗണ്ട് എടുക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എടുക്കുമ്പോൾ പറയാറുള്ള സംഭവമല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രീ റിസർവിൽ ഇത്ര എമൗണ്ട് ബാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എടുക്കാം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ എത്രയാണ് വരുന്നത്? ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 11,27,000 ആണ് അല്ലേ. നമുക്ക് വേണ്ട എമൗണ്ട് എത്രയേ വേണ്ടുള്ളൂ? നമുക്ക് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 437,500 അല്ലേ നമുക്ക് വേണ്ട എമൗണ്ട്. 11 lakh വരെ നമുക്ക് എടുത്തൂടെ? അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും, അതാണ് പ്രശ്നമില്ലാത്തത്. ഓക്കെ, സോ ലീസ്റ്റ് ഓഫ് ദ അബവ് അമൗണ്ട്സ് ക്യാൻ ബി വിഡ്രോൺ ഫ്രം ഫ്രീ റിസർവ്സ് വിച്ച് ഇസ് 11,27,000. Amount actually required is 4,37,000 which is within the amount specified in Rule 3. So the company can declare equity dividend at 10% by withdrawing the amount from free reserves. അപ്പോൾ പലർക്കും ഈ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആ ഫ്രീ റിസർവ്സിൻ്റെ കാൽക്കുലേഷൻ സൈഡിലാണ്. നമ്പർ 2 എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രിഫറൻസ് കൂടി എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം മേ ബി അത് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇത് സെറ്റായി എന്ന് വിചാരിക്കുന്നു. ആ വേർഡ്സ് ശ്രദ്ധിക്കുക, എപ്പോഴും ഡിവിഡൻഡ് എന്നാണ് യൂസ് ചെയ്യുന്നത്, പെയ്ഡപ്പ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം ആഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. യെസ്, ഇതാണ് ഒരു പ്രാക്ടിക്കൽ സൈഡിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത്. ദെൻ മൂവിങ് ടു ഒരു ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. അത് ഞാൻ എടുത്തിട്ടുള്ളത് മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് എന്നാണ്. Proximo Limited has 9 directors, out of whom 3 directors have gone abroad. Chairman had an urgent matter to be approved by board of directors which could not be postponed till the next board meeting. The company therefore circulated the draft resolution to 6 directors in India and 4 of them approved the resolution, examined the validity of resolution. ഇത് സർക്കുലേഷൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ അയച്ചു കൊടുക്കണം? എല്ലാ ഡയറക്ടേഴ്സിനും അയച്ചു കൊടുക്കണം. ഇന്ത്യയിലെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ, പുറത്തു പോയവർക്ക് അയച്ചു കൊടുക്കരുതെന്ന് പറയുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ 9 പേരുണ്ടെങ്കിൽ ആ 9 പേർക്കും അയച്ചു കൊടുക്കണം. ആരാണോ എലിജിബിൾ ആയിട്ടുള്ളത് വോട്ട് ചെയ്യാൻ, ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സിനെ മൈനസ് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരുടെ മെജോറിറ്റി കിട്ടണം. 9 പേരുണ്ടെങ്കിൽ 5 പേരുടെ മെജോറിറ്റി ഉണ്ടെങ്കിലാണ് അത് പാസ്സാവുള്ളൂ. ഇവർ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പുറത്തു പോയ ആളുകൾക്ക് ഇവർ അയച്ചിട്ടില്ല. അത് വാലിഡ് അല്ല ഒരിക്കലും. പുറത്തു പോയി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അയക്കാതിരിക്കണം എന്ന് എവിടെയെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവരെന്താ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 6 പേർക്ക് അയച്ചിട്ടുള്ളൂ, അതിൽ 4 പേര് അപ്രൂവ് ചെയ്തു, പോരാ 9 പേരുണ്ട് നമുക്ക്. 9 പേർക്കും വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ 5 പേര് അപ്രൂവ് ചെയ്യണം, മെജോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ലീഗൽ പ്രൊവിഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ സർക്കുലേഷൻ ചെയ്യുന്നതെന്ന് പറയണം. സർക്കുലേഷൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറയണം, പിന്നെ നമ്മൾ അതിൻ്റെ അനാലിസിസും കൺക്ലൂഷനും ചെയ്യാം. ഓക്കെ, അപ്പോൾ ലീഗൽ പ്രൊവിഷൻ നോക്കൂ. ലീഗൽ പ്രൊവിഷൻ ആസ് പെർ 175 ഓഫ് കമ്പനീസ് ആക്ട്, ബോർഡ് റെസൊല്യൂഷൻ ക്യാൻ ബി പാസ്ഡ് ബൈ സർക്കുലേഷൻ ഇൻ 3 സിനാരിയോ. ഒന്ന്, വെൻ ആൻ ഐറ്റം കുഡ് നോട്ട് ബി ഡിസ്കസ്ഡ് ഓർ വോട്ടഡ് ഇൻ എ ബോർഡ് മീറ്റിംഗ് ആൻഡ് കനോട്ട് ബി ഡെഫേർഡ് ടിൽ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. ബിസിനസ് റിലേറ്റ് ടു എ റുട്ടീൻ മാറ്റർ വെൻ ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ബോർഡ് മീറ്റിംഗ് ഇസ് വെരി ഹൈ. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള സംഭവമാണ്. ദെൻ കണ്ടീഷൻസ് ഫോർ പാസിംഗ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ, ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ അലോങ് വിത്ത് നെസസറി പേപ്പേഴ്സ് ഷാൽ ബി സെൻഡ് ടു ഓൾ ഡയറക്ടേഴ്സ് ടു ദെയർ അഡ്രസ് ഇൻ ഇന്ത്യ രജിസ്റ്റേർഡ് വിത്ത് ദ കമ്പനി. ഓൾ ഡയറക്ടേഴ്സ്. Resolution shall be passed if majority of directors who are entitled to vote cast their votes in favor. No requirement of quorum. Interested directors cannot vote. If minimum 1/3 of total directors demand that the item to be discussed at board meeting, it can be discussed only at board meeting. ഇതാണ് സംഭവം. ഇത് രണ്ടും നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ദെൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? 9 ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൽ 3 പേര് എബ്രോഡ് പോയി. കമ്പനി സർക്കുലേറ്റഡ് ദ റെസൊല്യൂഷൻ ടു 6 ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് 4 ഓഫ് ദിസ് അപ്രൂവ്ഡ് ദ റെസൊല്യൂഷൻ. കൺക്ലൂഷനിൽ നമ്മൾ പറയുന്നത് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 175 എക്സ്പ്ലെയിൻഡ് അബവ്,
the draft resolution has to be circulated to all directors to their address in India registered with the company. The resolution will be treated as being passed if it is approved by 5 or more directors in this case. But as the approval of only 4 directors are obtained, the resolution cannot be treated as being passed. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്. ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാം, നമ്മളത് എഴുതിയാൽ കറക്റ്റ് ആവുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ ആ പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് എഴുതുക, സിറ്റുവേഷൻസ് നോക്കുക, ദെൻ യു ക്യാൻ ഹാവ് എ കൺക്ലൂഷൻ. ഇതേപോലെ നിങ്ങൾ ചെയ്യണം എന്നല്ല, ഞാനിത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ I have given an insight into that. I have given a small idea into that. Okay. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഐ തിങ്ക് യു ക്യാൻ ഡു ബെറ്റർ ഫോർ ദ എക്സാമിനേഷൻ. യു ക്യാൻ ഡു ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടേക്ക് കെയർ.